നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഓഡിയോ മിക്സറിൽ കാണുന്ന ഓക്സ് എന്ന സംഗതി എന്താണ്? ഓരോ ചാനലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില മിക്സറിലാണെങ്കിൽ ഒരു ഓക്സ് ആയിരിക്കും ഉണ്ടാകുക, ചിലതിൽ 2, ചിലതിൽ 3, 4, 5, 6 അങ്ങനെ പല രീതിയിൽ ഓക്സ് കണക്റ്റിവിറ്റികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓക്സ് എന്ന ഈ സംഗതി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ ഒരു 24 ചാനലുള്ള ഒരു മിക്സറാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെങ്കിൽ 24 ചാനലും നമ്മൾ എന്തെങ്കിലുമൊക്കെ മൈക്കുകളോ ഇൻസ്ട്രുമെൻറ്റുകളോ ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെക്കുക. അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ചാനലിലെയും ഔട്ട്പുട്ട് നമുക്ക് മെയിൻ ഫേഡർ ഉയർത്തുന്നതോടുകൂടി മെയിൻ സ്പീക്കറുകളിലേക്ക് കിട്ടും. പക്ഷേ ഈ മെയിൻ സ്പീക്കറുകളിലേക്ക് കിട്ടുന്ന ഇതേ സിഗ്നലല്ല നമ്മൾ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന മോണിറ്ററുകളിലേക്ക് കൊടുക്കുന്നത്. ചിലരുടെയൊക്കെ ധാരണ മെയിൻ സ്പീക്കറിലേക്ക് പോകുന്ന അതേ സിഗ്നൽ തന്നെയാണ് മോണിറ്ററിലും കിട്ടുന്നത് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. മോണിറ്റർ സ്പീക്കറുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു മിക്സ് കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ഓക്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർക്ക് പല സ്ഥലത്തായിട്ട് നമ്മൾ മോണിറ്റർ വെച്ചിരിക്കുന്നത് കാണാം. കീബോർഡിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് കാണാം, വോക്കൽ ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് കാണാം, തബലക്കാരൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് കാണാം, റിതം വായിക്കുന്ന ആളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് മോണിറ്ററുകൾ വെച്ചിരിക്കുന്നത് കാണാം. ഈ മോണിറ്ററുകൾക്കെല്ലാം സെപ്പറേറ്റ് മിക്സിങ് കൊടുക്കുവാനായിട്ടാണ് നമ്മൾ ഓക്സുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 4 ഓക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കും 4 തരത്തിലുള്ള ശബ്ദമാണ് കേൾക്കേണ്ടത്. തബല വായിക്കുന്ന ആൾക്ക് തബല വായിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കണം, കീബോർഡ് വായിക്കുന്ന ആൾക്ക് കീബോർഡ് വായിക്കുന്നത് വ്യക്തമായിട്ട് കേൾക്കണം, വോക്കൽ ആർട്ടിസ്റ്റിന് അയാൾ പാടുന്നത് കൃത്യമായിട്ട് കേൾക്കണം, അതേപോലെ റിതം വായിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് കേൾക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാം കൂടെ ചേർന്നുള്ളൊരു മിക്സ് നമ്മൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ വായിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സെക്ഷനിലിരിക്കുന്ന, ഇപ്പോൾ തബലക്കാർക്ക് തബല വായിക്കുന്നതും കീബോർഡുകാർക്ക് കീബോർഡ് വായിക്കുന്നതും വോക്കൽ ആർട്ടിസ്റ്റിന് പാടുന്നതും വ്യക്തമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക മിക്സിങ് തയ്യാറാക്കി മോണിറ്ററിലേക്ക് സെൻഡ് ചെയ്യുക എന്ന പരിപാടിയാണ് നമ്മൾ ഈ ഓക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് നമുക്കിപ്പോൾ ഒരു റെക്കോർഡിംഗ് പർപ്പസിനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തും ഈ ഓക്സ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക ചാനലിൽ ഒരു പ്രത്യേക മിക്സിങ് മാത്രം റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ ഓക്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി സ്റ്റേജിൽ വെച്ചിരിക്കുന്ന മോണിറ്ററുകൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ചെവിയിൽ ഉപയോഗിക്കുന്ന ഇയർ മോണിറ്ററുകളുണ്ട്, അതിലേക്കും നമുക്ക് ഈ ഓക്സിൽ നിന്ന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളൊരു അനലോഗ് മിക്സറിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നില്ല. ഒന്നിൽ കൂടുതൽ തവണ ഇത് കാണുകയും നിങ്ങളുടെ കയ്യിൽ മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ച് ഇതൊന്ന് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്താൽ മാത്രമായിരിക്കും ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമ്മുടെ മിക്സറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഓക്സ് ഔട്ട്പുട്ടുകളുണ്ട്. നമ്മുടെ ഇരിക്കുന്ന ഡൈനാടെക്കിൻ്റെ മിക്സറാണ്. അതിൽ 4 ഓക്സ് ഔട്ടുകളാണുള്ളത്. ആ 4 ഓക്സ് ഔട്ടിലും നമുക്ക് 4 സ്പീക്കറുകൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള മിക്സറിൽ ഒരു ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ കണക്ട് ചെയ്തിരിക്കുന്ന സ്പീക്കറിലെ സൗണ്ടൊന്നും നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മിക്സർ. ഡൈനാടെക്കിൻ്റെ MDX24 എന്നാണ് ഈ മിക്സറിൻ്റെ പേര്. ഇതിലിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 21, 22, 23, 24 ഈ 4 ചാനലുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ചുവന്ന നോബുകൾ, ഇതാണ് ഗെയിൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നോബ്. ഗെയിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. അതിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ വെള്ള നോബുകൾ, ഇതിലേറ്റവും മുകളിൽ കാണുന്നത് ഹൈ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുള്ളതും അതിൻ്റെ താഴെയായിട്ടുള്ള 2 എണ്ണം മിഡ് ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനും ഏറ്റവും താഴെയായി വരുന്നത് ലോ ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യാനുമായിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് വരുന്ന 4 പച്ച നോബുകളാണ് നമുക്ക് ഓക്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ താഴെയുള്ളത് FX ആണ്, അതിൻ്റെ താഴെയുള്ളത് പാൻ കൺട്രോൾ. ഇതൊക്കെ എന്താണെന്ന് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആകെ നോക്കുന്നത് ഈ ഓക്സ് മാത്രമാണ്. ഇപ്പം നമ്മൾ ഈ 21ാമത്തെ ചാനലിൽ ഒരു മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, 22ാമത്തെ ചാനലിൽ ഒരു കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, 23ാമത്തെ ചാനലിൽ ഒരു തബല കണക്ട് ചെയ്തിട്ടുണ്ട്, 24ാമത്തെ ചാനലിൽ ഒരു റിതം പാഡ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 4 ഓക്സ് ഔട്ട്പുട്ടുകളാണ് ഈ മിക്സറിനുള്ളത്. ഈ 4 ഓക്സിലും നമ്മൾ ഓരോ മോണിറ്റർ വീതം കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പാടുന്ന ആളുടെ മുൻപിലായിട്ട് നമ്മൾ ഒരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓക്സ് 1ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് കീബോർഡാണ്. കീബോർഡ് വായിക്കുന്ന ആളുടെ മുന്നിൽ നമ്മളൊരു മോണിറ്റർ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ് 2ലാണ്.
ഇനി 23ാമത്തെ ചാനലിൽ ഒരു തബലയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് സ്പീക്കറിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്സ് 3യിലാണ്. അടുത്തത് ഒരു റിതം പാഡാണ്, അത് നമ്മൾ ഓക്സ് 4ലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ ചാനലിലും ഓക്സ് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്ക് 21ാമത്തെ ചാനലിൽ മൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാട്ട് പാടുന്ന ആൾക്ക് അയാളുടെ ശബ്ദം കറക്റ്റായിട്ട് കേൾക്കാനായിട്ട് ഏത് ചാനലിലാണോ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ചാനലിൻ്റെ നേരെയുള്ള ഓക്സ് 1 തുറന്നു കൊടുക്കുക. ഈ ഓക്സ് 1 തുറക്കുന്നതിൻ്റെ കാര്യം, ഈ ഓക്സ് 1ൽ കണക്ട് ചെയ്തിരിക്കുന്ന മോണിറ്ററാണ് പാട്ട് പാടുന്ന ആളുടെ മുൻപിലിരിക്കുന്നത്. ഇനി നമുക്ക് അയാൾക്ക് കീബോർഡ് വായിക്കുന്ന കൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓക്സ് കൂടെ തുറന്നു കൊടുക്കണം. അതായത് കീബോർഡ് എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെയുള്ള ഓക്സ് 1 തുറന്നു കഴിഞ്ഞാൽ പാടുന്നതും കേൾക്കാൻ പറ്റും, കീബോർഡ് വായിക്കുന്നതും കേൾക്കാം. ഇനി അടുത്തത് തബല കൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു കൊടുക്കണം. ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഓക്സ് 1ലോട്ട് തബലയും കൂടെ വരും. ഇനി ഇപ്പുറത്ത് റിഥമാണ്, ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 ചാനൽ കണക്ട് ചെയ്തിരിക്കുന്നതും നമുക്ക് പാട്ട് പാടുന്ന ആൾക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇനി ഇതൊന്നും കേൾക്കണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1ാമത്തെ ഓക്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന മോണിറ്ററിൽ ആകെ ഈ വോക്കൽ മാത്രമായിരിക്കും വരിക. ഇനി അടുത്തത് 2ാമത്തെ മോണിറ്ററിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത് ഈ കീബോർഡിൻ്റെ സിഗ്നലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അത് തുറന്നു കൊടുക്കണം. ഇവിടുന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ ആൾക്ക് അയാളുടെ മുന്നിലിരിക്കുന്ന മോണിറ്ററിൽ അയാൾ വായിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ 2ാമത്തെ ഓക്സിലേക്ക് ബാക്കിയുള്ള ചാനലിലെ ഒക്കെ സിഗ്നൽ വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റിൻ്റെയും വോക്കലിൻ്റെ എല്ലാം ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. അതേപോലെ 3ാമത്തെ ഓക്സിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് തബലയാണ്. അപ്പോൾ തബല വായിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ 23ാമത്തെ ചാനൽ നമ്മൾ തബല കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ഓക്സ് 3 നമ്മൾ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് കേൾക്കുന്നത് ഈ തബലയുടെ സൗണ്ട് മാത്രമായിരിക്കും. ഇനി ബാക്കിയുള്ള ചാനലുകളിലൊക്കെ സിഗ്നൽ നമ്മൾ തബലക്കാരന് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ ചാനൽ പതിയെ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തേക്ക് ബാക്കിയുള്ള സിഗ്നലുകളെല്ലാം തന്നെ വിടാനായിട്ട് പറ്റും. അപ്പോൾ തബല അടിക്കുന്ന ആൾക്ക് അത് തബലയും കേൾക്കാൻ പറ്റും, ബാക്കിയുള്ള ചാനലുകളെല്ലാം ശബ്ദങ്ങളും കേൾക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ തബലക്കാരന് ഇവിടെ നമ്മൾ നല്ല രീതിയിൽ അയാൾക്ക് കേൾക്കത്തക്ക രീതിയിൽ തുറന്നു കൊടുത്തിരിക്കുന്നു. ബാക്കിയെല്ലാം ഒരു കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അയാൾക്ക് തബല അടിക്കുന്നത് നല്ലതായിട്ട് കേൾക്കാനും പറ്റും, ബാക്കിയുള്ളതൊക്കെ ഒരു മിനിമം ലെവലിലായിരിക്കും കേൾക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉദ്ദേശം ഒരാൾ പെർഫോം ചെയ്യുകയാണ്, ആ പെർഫോം ചെയ്യുന്നത് കൃത്യമായിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് ആ ചാനലിലുള്ള സാധനം മാത്രം കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കത് നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ ഓക്സ് 1, 2, 3, 4 ഒക്കെ തന്നെ നമുക്ക് ഇയർ മോണിറ്ററുകളിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതും ഈ സെയിം ഫങ്ഷൻസ് ആണ് നമ്മൾ അവിടെയും ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഓക്സ് 1 എല്ലാത്തിലും തുറന്നു കൊടുത്ത് നോക്കുക. ഇനി ഓക്സ് 1ലെ ഈ സാധനം സ്പീക്കറിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സ് സെൻഡ് എന്നുള്ള ഈ സാധനം തുറന്നെങ്കിൽ മാത്രമേ അത് ഓക്സ് 1ലേക്ക് സെൻഡ് ആകത്തുള്ളൂ. അങ്ങനെ സെൻഡ് ആയാൽ മാത്രമായിരിക്കും ഓക്സ് 1ൽ കണക്ട് ചെയ്തിരിക്കുന്ന മോണിറ്ററിൽ അത് കേൾക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഓക്സ് 2ഉം ഓക്സ് 3, ഓക്സ് 4. ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അത് സ്പീക്കറിൽ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓക്സ് സെൻഡ് എന്നുള്ളത് തുറന്നു കൊടുത്താൽ മാത്രമേ നമുക്കതവിടെ കേൾക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ 21ാമത്തെ ചാനൽ മൈക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഒരാൾ പാട്ട് പാടുവാണ്, പാട്ട് പാടാൻ നേരത്ത് അയാൾക്ക് എഫക്ട്സ് കിട്ടണം. ഇവിടെ നമ്മൾ എഫക്ട്സിൻ്റെ നോബുകൾ തുറന്നു കൊടുത്തു. ഈ തുറന്നു കൊടുത്ത സാധനം എല്ലാം തന്നെ മെയിൻ ഫേഡറിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷേ ഓക്സിൽ ഇത് വരത്തില്ല. ഓക്സിൽ ഇത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റിൻ്റെ ഒരു പാനലുണ്ട്. ഇവിടെ എഫക്ട്സ് നമ്മൾ സെലക്ട് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ ഈ 1ാമത്തെ എഫക്റ്റ് നമുക്ക് ഓക്സ് 1ലേക്ക്, അതായത് പാടുന്ന ആൾക്ക് ആ എഫക്റ്റോട് കൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓക്സ് 1 തുറന്നു കൊടുത്താൽ മാത്രമായിരിക്കും ഈ 1ാമത്തെ എഫക്റ്റ് എന്നാണോ അത് മോണിറ്ററിലൂടെ കേൾക്കുകയുള്ളൂ. 1ാമത്തെ മോണിറ്ററിൽ ഈ എഫക്ട്സ് തുറന്നു കൊടുത്താൽ മാത്രമേ കേൾക്കത്തുള്ളൂ. അതേപോലെ 4 മോണിറ്ററിൽ നമുക്ക് ഇതേപോലെ എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ തുറന്നു കൊടുക്കാവുന്നതാണ്, 1ാമത്തെ എഫക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ. ഇനി 2ാമത്തെ എഫക്ട്സ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഈ 1ാമത്തെ എഫക്ട്സും 2ാമത്തെ എഫക്ട്സും നമുക്ക് മോണിറ്ററിൽ കേൾക്കാനായിട്ട് പറ്റും. സാധാരണഗതിയിൽ പാട്ട് പാടുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ 2 എഫക്ട്സും കേൾക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നമ്മൾ എത്ര തുറന്നാലും ഇത് കേൾക്കുന്നത് മോണിറ്ററിലായിരിക്കും. നമുക്ക് മെയിൻ ഔട്ടിലേക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അവിടെ അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എഫക്ട്സ് 1, 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്നാൽ മാത്രമായിരിക്കും നമുക്ക് അവിടേക്ക്, അതായത് മെയിൻ ഔട്ടിലേക്ക് ഈ എഫക്ട്സ് ചെല്ലുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ
1 2 3 4 4 കഴിയുമ്പം ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ച് എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കി വെക്കുക എന്ന് വെക്കുക. ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എത്രയാണോ ഗെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗെയിൻ്റെ അനുസരിച്ചുള്ള വോളിയം നമുക്ക് ഈ ഓക്സ് 4ലേക്ക് കിട്ടും. അതായത് ഈ ഓക്സ് 4ന് വേണ്ടിയിട്ടാണ് ഈ പ്രീ എന്ന് പറയുന്ന സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്രയാണ് ഗെയിൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഗെയിൻ അനുസരിച്ചുള്ള വോളിയം നമുക്ക് ഈ ഓക്സ് 4ൽ കിട്ടും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഈ താഴത്തെ ഫെയ്ഡറുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പം ആ പ്രീ സ്വിച്ച് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഫെയ്ഡർ നമ്മൾ കൂട്ടിയാലും കുറച്ചാലും ഓക്സ് 4ലേക്ക് സെൻഡ് ആകുന്ന വോളിയം ഒരേ ലെവലിലായിരിക്കും. ഇനി നമ്മൾ ഇത് മാറ്റി ഇത് പ്രീ ഇല്ലാതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇത് കൂട്ടുന്നതനുസരിച്ചിട്ട് നമ്മുടെ മോണിറ്ററിലേക്ക് സെൻഡ് ആകുന്ന വോളിയത്തിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒട്ടും മനസ്സിലാകാത്തവർ വീണ്ടും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗസ്റ്റ് മാസത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കിച്ച് തരിക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. വിവിധ വിഷയങ്ങളെപ്പറ്റി വിവിധ ആൾക്കാർ ക്ലാസ്സുകൾ നയിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതൊരു ഫ്രീ പരിപാടിയല്ല, അതിന് ഫീസുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് ആ പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിനെക്കുറിച്ചൊരു വീഡിയോയും കൂടി ഞാൻ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ പോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിൻ്റെ താഴെ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ വാട്സപ്പിലായിരിക്കും ഞാൻ പറയുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.